everybody, നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ചൈനീസ് മാർഷൽ ആർട്ട്.用 N 去保存嘅。跟đời này có được cái nội lộ vận động như vậy không? അതായത് ആ ഒരു മാർഷൽ ആർട്സ്, അതായത് ആ ഒരു അവരുടെ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവര് വളരെ കൂളാണ്, അവർ വളരെ സ്ട്രെങ്ത് ആണ്, വയസ്സ് കൂടുന്തോറും ശക്തന്മാരാണ് മാസ്റ്റേഴ്സ്. പക്ഷെ അവർ റിയൽ ഫൈറ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് കാണാൻ വീഡിയോ വഴി. പട്ടിയൊക്കെ തല്ലത്തില്ലേ, അതുപോലെ തല്ലി ചതയ്ക്കുക. ഭയങ്കര മാസ്റ്ററാണ്, വളരെയധികം പവർഫുള്ളാണ് ആള്. പക്ഷെ ഒരു കിക്ക് ബോക്സർ ഇടിച്ച് പട്ടിയെ തല്ലിക്കൊല്ലുന്നു. ഇപ്പോഴത്തെ കാലത്ത് പട്ടിയെ പിന്നെ തല്ലിക്കൊല്ലാൻ പറ്റുന്നില്ല, എന്നാലും നമ്മളങ്ങനെ പറയുക. അതായത് ഒരു അലങ്കാരികമായിട്ട് ഈ പൊയറ്റിക്കായിട്ട് നമ്മൾ പറയുക. അതായത് തല്ലി ചതയ്ക്കും അങ്ങോട്ട്. വലിയ മാസ്റ്ററാണ് കേട്ടോ. മൂന്നൊക്കെ കണ്ടില്ലേ, പാവം തോന്നുന്നു. ഇടിക്കാൻ പോയി, എന്നിട്ട് കിട്ടി മുഖത്ത് 2 എണ്ണം പിന്നെയും കിട്ടി. മാസ്റ്റർ റിയലി ബീച്ച് അപ്പ് കിക്ക് ബോക്സ്. അതായത് മാസ്റ്റർ എങ്ങനെ ഇടിച്ചെന്നറിയോ? അതായത് നമ്മുടെ കിക്ക് ബോക്സറിനെ, അതായത് പുള്ളി കിക്ക് ബോക്സറിന്റെ കൈക്കെട്ടാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് മാസ്റ്ററിന് ചിഹ്നമുണ്ട്. അതായത് ഇവിടെ മാസ്റ്റർ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇടി മേടിക്കാൻ സ്കിൽഫുൾ, എത്ര നല്ല സ്കിൽഫുൾ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇടി മേടിക്കുന്നത്. അടിപൊളി. അതായത് എത്ര നന്നായിട്ടാണ് ആ മാസ്റ്റർ ഇടി മേടിച്ചത്. കണ്ടില്ലേ കേട്ടോ, എന്ത് ഇടി മേടിക്കുന്നുണ്ടോ കറക്റ്റ്, ഒന്നുപോലും വിടാതെ. സാധാരണ ഒന്നും ഒഴിഞ്ഞൊക്കെ മാറണ്ടേ, ഇത് ഒന്നുപോലും വിടാതെ നല്ല സ്കിൽഫുൾ ആയ മാസ്റ്ററാണ് ഇവിടെ. അത് ചുമ്മാ വീശുന്ന എല്ലാം അയാളുടെ മേത്തം കൊള്ളുക. അവസാനത്തെ കാണാൻ വയ്യേക്ക് മാസ്റ്റർ കാലൊക്കെ പൊക്കുന്നുണ്ട്. എന്ത് കാര്യം, ഒരു കാര്യമില്ല. അത് സ്റ്റേജ് അല്ലല്ലോ. ഗോഡ്, കണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഒരു MMA ചാമ്പ്യനും ഒരു കുൻഫു മാസ്റ്ററും. ഇത് കണ്ട് നമ്മൾ പണ്ടാരടക്കി ചിരിക്കും. ഇത് കുട്ടികളും, അതായത് വയസ്സായ ആൾക്കാർ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഭയങ്കര പെട്ടെന്ന്, അത് വളരെ ട്രോമറ്റൈസിങ് ആയ കാര്യമാണ്. അതുകൊണ്ട് കാണാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോവാ. കോഴിയൊക്കെ ഇങ്ങനെ, അതായത് ഒരു സെക്കൻഡ് എടുത്തില്ല, ഒരു ഒന്ന് വീശാനൊരു സമയം പോലും കൊടുത്തില്ല. അതിനു മുന്നേ ആളെ നോക്ക് ചെയ്തു. എന്റെ മോനെ, അത് ആള് വളരെ സ്പീഡിൽ എന്തൊക്കെയോ കോഴിയൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ടോ. അതായത് ആ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് വളരെ ഇവർക്ക് സീക്രട്ട്. ഇത് സാധാരണ മാർഷൽ ആർട്സ് എല്ലാം അതിനൊരു പ്രത്യേക ഫോം ഉണ്ട്, അതിന് ടെക്നിക്ക് ഉണ്ട്, എല്ലാവർക്കും പഠിക്കാം. പക്ഷെ ഇവരുടെ ആൻഷ്യൻ സീക്രട്സ് എന്ന് പറഞ്ഞത് അവർക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത സാധനമാണ്, അവർ മാത്രം കണ്ടെത്തിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു മൂവ്മെന്റ് ഒക്കെ നമ്മൾ എന്തി കാണിക്കുന്നതാണ്. പക്ഷെ അതിനകത്തേക്ക് ഉള്ളിൽ അർത്ഥമുണ്ട് അതിൻ്റെ കാണിക്കുന്നത്. ഇവിടെ കാണാം, കുൻഫു മാസ്റ്റർ വിയർസ് പജാമാസ് ടു ഗെറ്റ് റെഡി ഫോർ എ ഗുഡ് സ്ലീപ്പ്. ബൂം, ഒറ്റയിടിക്ക് ഉറങ്ങി. ഇനി അടുത്തൊരു ഭയങ്കര പവർഫുൾ മാസ്റ്ററാണ്. അതായത് നമുക്ക് വെയിറ്റ് ഒന്നും വിഷയമല്ല. നമ്മൾ പറയുമല്ലോ, അതായത് നന്നായി ട്രെയിൻ ചെയ്ത് നമുക്കൊരു ഇത്ര വെയിറ്റ് ഉള്ള ഒരാളെ വെള്ളം ഇടിച്ചിടാം. അത്ര ഹൈറ്റ് 7 അടി ഉള്ളവരൊക്കെ ഒരു 5 അടി ഉള്ളവരെ ഇടിച്ചിടാൻ പറ്റും. കാരണം അത്ര സ്ട്രോങ് ആണ്. പിന്നെ എത്ര മസിൽ കൊണ്ടൊന്നും കാര്യമില്ല. അത് അങ്ങനെ വിശ്വസിച്ച ഒരു മാസ്റ്ററാണ്. This guy got destroyed. This self-proclaimed Tai Chi master boasted he അതാണ് എൻ്റെ പേര് കേട്ടോ. could easily defeat a muscular MMA fighter, even marching into his opponent's gym to challenge him. The Jack Beast had no problem teaching him a brutal lesson. Before the fight, both signed a ഫൈറ്റിന് മുന്നേ കൃത്യമായിട്ട് അതായത് ഫൈറ്റിന് മുമ്പ് അവർ ഇത് സൈൻ ചെയ്തു. അതായത് നേരത്തെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കറണ്ട് പോയപ്പോൾ ലൈറ്റ് പോയി. ഓക്കെ, അതായത് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വരണം. അതായത് ഫൈറ്റിന് മുമ്പ്, അതായത് ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്യും. അതായത് ചത്താലും അതേപോലെ
പെർമനന്റ് ഇഞ്ചുറീസ് വന്നാൽ ഒരു കുഴപ്പമില്ലെന്നുള്ളൊരു സംഭവം സൈനൊക്കെ ചെയ്യും. A waiver absolving legal responsibility, even for permanent injury or death. The master tried to appear calm, but his trembling hands betrayed him, while the അത് ചുമ്മാ ഒരു MMA fighter grew visibly impatient. When the fight began, the martial artist attacked first, only to walk ഇയാൾ ഉണ്ടാക്കി എന്തായാലും നമുക്ക് കോമഡി മാർഷൽ ആർട്സ്. അത് നമ്മുടെ വലിയ മറ്റേ മാസ്റ്റർ ഇല്ലേ, മറ്റേ എനിക്ക് മറന്നു ആ പേര് കിട്ടുന്നില്ല, എന്തായാലും തൈച്ചി മാസ്റ്റർ. അത് ഓടി ചെന്നിട്ട് ആ മറ്റേ നമ്മുടെ മസിലിനെ MMA ഫൈറ്ററിനെ ഒരു ഇടി ഇടിക്കും സൗണ്ട്. അത് ഭയങ്കര കോമഡി ആയി പോയി. straight into a devastating counter kick. അടിക്കുന്നു ഭയങ്കര. അതായത് ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, നമുക്ക് അറിയാലോ. ഇങ്ങനെ ഞാൻ സൈഡിൽ വേണ്ടിട്ട് അവരുടെ ഫൈറ്റ് കണ്ടു, ഇങ്ങനെ ഭയങ്കര സംഭവമല്ലേ, കണ്ടില്ലേ? അത് അവന്മാർ ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ട്രെയിൻഡ് ഫൈറ്ററിനുള്ള കളി കണ്ടോ? അതായത് ഇത് സ്റ്റേജ് അല്ലല്ലോ, ഇത് റിയൽ ഫൈറ്റ് അല്ലേ. Soon, he was utterly overwhelmed. The MMA fighter didn't hold back, relentlessly striking until his opponent collapsed in agony. His legs nearly numb, forcing him to tap out in humiliation. This guy got destroyed. The myth of traditional martial arts masters possessing supernatural one-push knockout power has been sold for generations. However, the growing wave of skeptics has begun pulling back the curtain, revealing these demonstrations as nothing more than carefully staged performances. One man emerged as the central figure in this crusade for authenticity. Xu Xiaodong, a Chinese MMA അതായത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇയാളൊരു ബ്ലോഗറാണ്. അതായത് ഈ MMA enthusiast, അതായത് എന്താ പറയാ, MMA ഇഷ്ടമുള്ളൊരു ആളാണ്, enthusiast and blogger. He began ഇയാള് ഈ പബ്ലിക്കലി ഈ കുറെ മാസ്റ്റേഴ്സിനെയൊക്കെ, അതായത് publicly challenging these self-proclaimed masters to prove their abilities in a sanctioned fight. His campaign of exposure began with a swift and brutal dismantling of a Wing Chun practitioner, a fight that ended in less than 10 seconds, sending shockwaves through the traditional martial arts community. തൈച്ചി ഇവന്മാര് ഭയങ്കര ആൾക്കാരാണ്, പക്ഷെ ഒറ്റയടിക്ക് തീർന്നു. ഒരു സാധാ ബ്ലോഗർ, ഒരു നമ്മള് ഫാനായിട്ട് ഇതിനെ MMA ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ചുമ്മാ വന്നിട്ട് ഇടിച്ചു പോകുന്നത്. അതിന് വലിയൊരു മാസ്റ്റർ, അതായത് നമ്മുടെ രാജ്യത്തിൽ വലിയ പ്രൗഡായി കാണുന്ന ഒരു മാസ്റ്ററിനോടാണ് ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. In response, a new challenger arose, a younger and far more vocal Wing Chun master named Ding Hao. He positioned himself as the savior of his art's honor, vowing to silence the truth. സേവിയർ, അതായത് ദുഷ്ടനായ ആളെ തോപ്പിക്കാൻ പോവാ. അതിൽ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടാണ്, ചെകുത്താനാണ്. അത് ചെകുത്താൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു വില്ലനെ തോപ്പിക്കാൻ വേണ്ടി troublemaker Xu Xiaodong, and definitively proved the practical combat power of Wing Chun. The pre-fight hype was immense. Ding Hao was seen as a national treasure, a genuine warrior, while Xu was dismissed as a mere blogger, not even a legitimate professional fighter. When the bell rang, Ding Hao charged forward with a flurry of traditional strikes, but Xu Xiaodong, demonstrating the core principle of composure under fire, absorbed the initial volley. He did not retreat or panic. Instead, he immediately closed the distance and with a single powerful maneuver slammed the Wing Chun master directly onto the canvas. Xu Xiaodong expertly executed another brutal and seemingly effortless throw, ragdolling the master for a second time in mere moments. The confrontation reached its critical point when a desperate Ding Hao resorted to a dangerous and blatantly illegal move, a low side kick aimed directly at Xu Xiaodong's knee. Xu saw the dirty technique coming, evaded it, and instantly countered with a thunderous, fight-ending right hook that landed cleanly on Ding Hao's jaw. Yet in a bewildering twist that overshadowed the fight itself, the event organizers intervened and controversially ഇതെല്ലാം ഒരു ഡ്രോയിൽ വന്ന് അവസാനിച്ചു. അതായത് ഭയങ്കര മാസ്റ്ററാണ്, നാഷണൽ ട്രഷർ, അതായത് ഭയങ്കര നാഷണലും നമ്മുടെ രാജ്യത്തിന് പ്രൗഡാക്കുന്ന ഒരാളാണ്. declared the bout a draw. It was a verdict that defied all logic and visual evidence. Xu Xiaodong had dominated every second of the encounter, yet the system itself refused to acknowledge the undeniable truth he had just demonstrated for the entire world to see. അയ്യോ,
ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിച്ച് നമുക്ക് തോന്നും, അതായത് ബ്രൂസിലിയോ എല്ലാവരും ഉടായിപ്പാന്ന് തോന്നിപ്പോ. അതായത് ഈ സിനിമയിലൊക്കെ ചെയ്യുന്ന അവർ നേരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ ബ്രൂസിലിയൊക്കെ എനിക്കറിയില്ല, ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. ഒരു കമന്റ്, ഓ ഇമോഷണൽ ഡാമേജ് തോപ്പിച്ച് അല്ല അവസ്ഥ എന്ന് ഓർത്ത്. കാരണം അത്ര വലിയ സംഭവമാണ് ആള്. അതായത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക്, അതായത് ഏകദേശം നമ്മുടെ ഈ പാസ്റ്റർമാരൊക്കെ ഇതേ പരിപാടി തന്നെ ചെയ്യുന്നത്. പൈസ കൊടുത്ത് പെണ്ണുങ്ങളെ വീഴ്ത്തുന്ന കണ്ടില്ലേ? അതേപോലെ കുറെ ആൾക്കാരോട് ഭ്രാന്തമായ പോലെ കളിപ്പിക്കും, പല പല സംഭവങ്ങൾ. ഇതേ ഒരു സെയിം ടെക്നിക്ക് തന്നെയാണ് മറ്റേ മാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവര് ആൾക്കാരെ പറ്റിക്കുന്നു, ഇവരും ആൾക്കാരെ പറ്റിക്കുന്നു. ഇത് ഫൈറ്റ് ചെയ്ത് ആത്മീയമായിട്ടുള്ളൊരു ഫൈറ്റ് ഇങ്ങനെയായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. സെയിം ഏകദേശം ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ട്. സ്പ്രേ അടിക്കുമ്പോൾ കറങ്ങി ഓ എന്റെ പോലെ 100 കൊടുത്തിട്ട് 1000 രൂപയുടെ മേം കേട്ടോ. തിരിഞ്ഞ് കറങ്ങിയൊക്കെ വീഴും. കമന്റ് ബോക്സ് ഇല്ല, കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാതിരിക്കുമല്ലോ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഈ സെയിം മെത്തേഡ് തന്നെ ഇനി നമുക്ക് ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് അങ്ങോട്ട് നിർത്താം. കാരണം ചിരിച്ച് പണ്ടാരടങ്ങും. ഈ അതായത് ഇതിപ്പോ അടുത്ത ഈ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഫിലിപ്പീൻസ് ഫൈറ്ററുമായിട്ടാണ് ഈ ഫേക്ക് മാസ്റ്റർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആയതന്നെ ചിരിക്കുക എന്റെ മോനെ അടോ ഒരു ഇയാളെ ഇപ്പൊ നമുക്ക് കുറച്ച് ഉടായ്പ ഫേക്ക്സിനെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ ഒരു ഫേക്ക് മാറുക എന്ന ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒന്നുകൊണ്ട് എനിക്കൊരു ഓക്കെ ഫേക്കാണ്. ഇത്രയുള്ളൂ നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തത് ഇല്ലെങ്കിൽ എൻജോയ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഫേക്കൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. ഇതൊക്കെ ദൈവവിശ്വാസികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു ഏത്തിസ്റ്റ് ആണെങ്കിൽ ഫുൾ സ്റ്റേജിലാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒന്ന് അയച്ചു കൊടുക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മുതിർന്ന ആൾക്കാരൊക്കെ ഇത് മെയിനായിട്ട് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ നമ്മുടെ അതായത് പണ്ടൊരു പ്രാവശ്യം ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണത്തിന് പോയ സമയത്ത് അവിടെ കുറച്ച് കുടുംബക്കാരുടെ, അപ്പോൾ അവിടെ കുറച്ച് വയസ്സന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ പഞ്ചുസ്തി കളിക്കാന്ന് പറയും. ആള് വയസ്സനാണ്, അപ്പോൾ എന്നോട് കളിക്കും. അപ്പോൾ അയാൾ തോക്കും. എന്നിട്ട് പിറ്റേ ദിവസം അയാളുടെ ടീമൊക്കെ വന്നിട്ട് പറയും, ഓ ഇയാളങ്ങ് പിടിച്ചിരുന്നെങ്കിൽ ഇവനെ അങ്ങ് തൂറ്റിക്കുക. അയാൾ ഒന്നാമത് എന്നെക്കാളും ചെറുത്, പിന്നെ വയസ്സ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.